ശ്രീ എം ഡി രമേശിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ABC-ലേക്ക് ആദ്യമായിട്ട് വരികയാണ്. സ്വാഗതം. നമസ്കാരം. ഏതായാലും എനിക്ക് BJP-യുടെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ BJP നിൽക്കുന്നത്. ഒരു പാർലമെൻറ്റ് സീറ്റ് നേടി ഏതാണ്ട് 20ഓളം സീറ്റുകളിൽ 11ഉം 8ഉം അല്ലേ BJP-ക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറാമെന്നുള്ള ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നു. ഞാനിടയ്ക്ക് നോക്കിയിട്ടുണ്ട്, ഈ BJP-ക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അവസാനം പോയി കോൺഗ്രസിന് വോട്ട് ചെയ്യും. കാരണം BJP സ്ഥാനാർത്ഥി ജയിക്കത്തില്ല, ഒരു വിന്നബിലിറ്റി ഇല്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ കഴിഞ്ഞു ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ BJP-ക്ക് വോട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത് ജനം വിശ്വസിക്കുന്ന നിശ്ചയിക്കുന്ന ഒരു ഘട്ടത്തിലിരിക്കുക. ഇനിയാണ് BJP ഏറ്റവും സജീവമായി ഏറ്റവും കീനായിട്ട് പോകേണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു പരാതി BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായ അങ്ങയോട് ചോദിക്കാനുള്ളത്, BJP ഈ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മത്സരിക്കാൻ ചില സ്ഥിരം മുഖങ്ങളുണ്ട്. അവരായിരിക്കും എല്ലാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ. പുതിയ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ BJP ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ പരമാവധി കൊണ്ടുവരിക ഒന്ന്. രണ്ടാമത്തത്, നന്നായി ഹോംവർക്ക് ചെയ്താൽ സ്മൃതി ഇറാനിയുടെ അമേധി മോഡൽ നമ്മുടെ മുന്നിലുണ്ട്. അത് ഫലപ്രദമായി നടപ്പാക്കി കാണിച്ച സുരേഷ് ഗോപിയാണ്. ഒരു മണ്ഡലം എടുത്ത് ആ മണ്ഡലത്തിനെ നെച്ചർ ചെയ്ത് അവിടെ വിജയം ഉണ്ടാക്കി. ഇപ്പോൾ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ ഇത്തവണ അനിൽ ആൻ്റണി കിട്ടിയില്ല. അദ്ദേഹം ഉണ്ടാക്കിയ ബേസ് വോട്ട് നഷ്ടപ്പെട്ടു പോയി. ആറ്റിങ്ങിൽ ശോഭ ഉണ്ടാക്കിയ വിജയം അത് വി മുരളീധരന് അത്രയും വോട്ടുകൾ നേടാൻ കഴിഞ്ഞോ? എനിക്ക് സംശയമുണ്ട്. ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭ വലിയ വോട്ടുകൾ നേടി. അത് ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം ആലപ്പുഴയിൽ ശോഭ മത്സരിക്കുമെന്ന് ശോഭയ്ക്കറിയില്ല. സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു ഉറപ്പോ അല്ലെങ്കിൽ ആത്മവിശ്വാസമോ കൊടുത്ത് അത്തരം വിജയം ഉണ്ടാക്കിയ സ്ഥാനാർത്ഥികളെ ആ മണ്ഡലം നോക്കാനായിട്ട് വിട്ടുകൊടുത്തൂടെ? പുതിയ സ്ഥാനാർത്ഥികൾ വരണം, ഇത്തരം ആളുകളെ അവിടെ നിലനിർത്തിക്കൂടെ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ കുറേ കാര്യങ്ങളാണ്. ഒന്ന്, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ BJP കേരളത്തിൽ അനുഭവിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ജയിക്കുന്ന പാർട്ടിയാണ് BJP എന്നുള്ളൊരു തോന്നൽ സാധാരണ വോട്ടർമാരുടെ മനസ്സിലുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അത് മാറി ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ കാലാകാലമായിട്ട് BJP അനുഭവിക്കുന്ന പ്രശ്നമായിരുന്നു. പല മണ്ഡലങ്ങളിലും 30,000, 35,000, 40,000 ഒക്കെ വോട്ടുകൾ നേരത്തെയും BJP നേടിയിട്ടുണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ. പക്ഷെ അപ്പോഴൊക്കെയും നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഈ പ്രാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറയുന്നത് ആ ഒരു കടമ്പ മറികടന്നു. BJP-ക്ക് ജയിക്കാൻ സാധിക്കും, താമര ചിഹ്നത്തിൽ തന്നെ ജയിക്കാൻ സാധിക്കും എന്ന് ഇപ്രാവശ്യം തെളിയിക്കപ്പെട്ടു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നല്ല വോട്ട് പിടിച്ചു. പാർട്ടി മിഷണറി വളരെ സജീവമായിരുന്നു, ആക്റ്റീവായിരുന്നു. തൃശ്ശൂരിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾ 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഒന്നാമത് വന്നു. അതുകൂടാതെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഞങ്ങൾ ചില മണ്ഡലങ്ങൾ 1-ാം സ്ഥാനത്ത് വന്നു. അങ്ങനെ 11 മണ്ഡലങ്ങളിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്തായി, 8 മണ്ഡലം 2-ാം സ്ഥാനം. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ BJP-ക്ക് വോട്ട് ചെയ്താൽ, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ BJP-ക്ക് വോട്ട് ചെയ്താൽ അത് പാഴായി പോകില്ല എന്ന ഒരു മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വന്നിട്ടുണ്ട്. അത് ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ബിൽഡപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ 20 അസംബ്ലി മണ്ഡലങ്ങൾ മാത്രമല്ല, നമ്മളൊരു 35,000 വോട്ടിന് മേലെ കിട്ടിയിട്ടുള്ള ധാരാളം മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ ഒരു 10,000 വോട്ടിൻ്റെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അത്തരം മണ്ഡലങ്ങൾ, അങ്ങനെ ഒരു 10-60ഓളം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും പല ഘടകങ്ങളുണ്ട്. ഒന്ന്, മണ്ഡലങ്ങൾ നഴ്സറിങ് നടത്തണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എല്ലാ കാലത്തും ഞങ്ങളോട് പറയാറുള്ളത്, പാർട്ടിയുടെ എല്ലാ കാര്യകർത്താക്കന്മാർക്കും എല്ലാ നേതാക്കന്മാർക്കും ഒരു മണ്ഡലം ഉണ്ടാവണം എന്നുള്ളതാണ്. അവർ എന്ത് ചുമതല വഹിച്ചാലും എവിടെ പ്രവർത്തിച്ചാലും അവർക്ക് സ്വന്തമായിട്ടൊരു മണ്ഡലം ഉണ്ടാവണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളും അത് പറഞ്ഞു വരുന്നുണ്ട്. ചില ആളുകൾ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി കേന്ദ്രീകരിച്ചതുപോലെ ആയിരിക്കില്ല, അല്ലാതെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് പാർട്ടി അവർക്ക് എല്ലാ കാലത്തും, ഈ പ്രാവശ്യം മാത്രമല്ല, അങ്ങനെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പാർട്ടി എല്ലാ കാലത്തും സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. പിന്നെ അത് സ്വയം തോന്നുന്നൊരു കാര്യമാണ്. ഒരു മണ്ഡലം എനിക്കുണ്ടാവണം, ഞാൻ ആ മണ്ഡലം കേന്ദ്രീകരിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും സ്വയം ഉണ്ടാകേണ്ട ഒരു ബോധ്യമാണ്. സാധാരണ നമ്മുടെ പാർട്ടി കേന്ദ്ര നേതൃത്വം പറയുന്നത്, ഇപ്പോൾ ഒരാൾ ഒരു മണ്ഡലം ശ്രദ്ധിച്ചു, ഒരാളെ ഒരു മണ്ഡലം ശ്രദ്ധിക്കാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മണ്ഡലം
ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ശ്രദ്ധിക്കാം. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. പക്ഷേ എല്ലാവർക്കും ഓരോ മണ്ഡലം ഉണ്ടാവണം. അത് ഈ പ്രാവശ്യം ഒന്നുകൂടി നമ്മൾ ശ്രദ്ധ കൊടുത്ത് പറയുന്നുണ്ട്. ഈ 10-60 മണ്ഡലങ്ങളിൽ പാർട്ടി ചുമതലക്കാരെ വെച്ച് കേന്ദ്രീകരിക്കാൻ വേണ്ടി പറയും. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം. പുതിയ ആളുകൾക്ക് എല്ലാ സന്ദർഭത്തിലും BJP അവസരം കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ കുറേ പതിവ് മുഖങ്ങളുണ്ടാകാം. പക്ഷേ ഇപ്രാവശ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കുമ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കന്മാർ, ഇപ്പോൾ ഒരു 3-4 നേതാക്കന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ് മത്സരിച്ചത്. പുതിയ ആളുകൾ നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കാസർഗോഡ് ഞങ്ങളുടെ ഒരു മഹിളാ നേതാവാണ് മത്സരിച്ചത്. നല്ല പെർഫോമൻസ് ആയിരുന്നു അവർ. കണ്ണൂരിൽ പാർട്ടിയിലേക്ക് പുതുതായി വന്നിട്ടുള്ള ഒരാളാണ് മത്സരിച്ചത്. കോൺഗ്രസിൽ നിന്ന് പുതുതായി വന്നുള്ളത്. നല്ല വോട്ട് കണ്ണൂരിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ആലത്തൂരിൽ ഞങ്ങൾക്ക് മറ്റൊരു പരീക്ഷണം നടത്തിയത് പുതിയ കാൻഡിഡേറ്റ് ആയിരുന്നു. ടീച്ചർ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ സംസ്ഥാന കോർ ഗ്രൂപ്പിൽ പെടുന്ന ഒരു 3-4 ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ മത്സരിച്ചിട്ടുള്ളത് വി മുരളീധരനും സുരേന്ദ്രനും ഞാനും കൃഷ്ണകുമാറും, ബാക്കി ശോഭയും, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ കുറേ ഫ്രഷ് ഫേസുകൾ ഉണ്ടാവണം, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സീറ്റ് കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതൊരു വെല്ലുവിളിയാണ്, അവസരമാണ്. ഒന്ന്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ വലിയ മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് ഞങ്ങൾക്ക്. അതേസമയത്ത് കേരളത്തിൽ BJP ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ മാറുകയും LDFനും UDFനും ബദലായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ 2026 വഴി അത് കുറച്ചുകൂടി സുഗമമാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ആ വഴിക്കാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ഏത് ഇലക്ഷൻ്റെയും ബൈബിളോ ഭഗവത്ഗീതയാണ് വോട്ടർ പട്ടിക. അപ്പോൾ എൻ്റെ പ്രദേശം, ഞാൻ ഈ കൊച്ചി നഗരത്തിൻ്റെ നടുക്ക് ഗാന്ധി നഗറിൽ താമസിക്കുന്ന ആളാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരൊറ്റ BJP പ്രവർത്തനം പോലും, ഒരു നോട്ടീസ് പോലും എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. BJP പ്രവർത്തകരുള്ള സ്ഥലമാണ്, BDJSൻ്റെ ആൾക്കാരുമുണ്ട്. പക്ഷേ ഇപ്പം നോക്കുന്ന വോട്ടർ പട്ടിക, എൻ്റെ വീട്ടിൽ എൻ്റെ മകന് വോട്ടില്ല, ചേർക്കാൻ ഒരാളും വന്നിട്ടില്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ വരത്തുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ തൃശ്ശൂർ കണ്ടത് വളരെ കൃത്യമായി അനീഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി എല്ലാ ഫ്ലാറ്റുകളും ചെന്ന് കണ്ട് അവിടെ വോട്ടർമാരെ ചേർക്കുന്ന അടക്കമുള്ള ഈ വോട്ടർ പട്ടിക ചേർക്കൽ എന്നുള്ള ഒരു യജ്ഞം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല മണ്ഡലങ്ങളിലും BJPയുടെ കാര്യത്തിൽ BJPക്ക് സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കുറവാണ്. വോട്ടർ പട്ടികയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭഗവത്ഗീത എന്ന് കണക്കാക്കി അതിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല. ശരിയാണ്, എല്ലാ മണ്ഡലങ്ങളും നടക്കുന്നില്ല. ഒന്ന്, ഇതിൻ്റെ വിഷയമെന്ന് പറയുന്നത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി പ്രവർത്തകന്മാർ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പ്രവർത്തിക്കും. മറ്റത് ജയിക്കാൻ സാധ്യത കുറവാണ്, വോട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ വോട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള ഘട്ടം വരുമ്പോൾ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാമാന്യനയുള്ള പ്രവർത്തനമാണ് നടത്തുക. പിൻ പോയിൻ്റ് ചെയ്തുള്ള പ്രവർത്തനം കുറവായിരിക്കും. ഒന്ന്, മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് BJP താഴെയുള്ള പ്രവർത്തകന്മാർക്ക് പ്രവർത്തിക്കാൻ പൈസയൊന്നും കൊടുക്കുന്നില്ല. അവരവരുടെ സ്വന്തം പോക്കറ്റിലെ പണം ഉപയോഗിച്ചുകൊണ്ട്, അധ്വാനിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഘടകത്തിലെയും പ്രവർത്തകന്മാർക്ക് BJP സാമ്പത്തിക സഹായം കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ജീവിത പ്രയാസങ്ങളിലും കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് പ്രവർത്തിക്കും. പക്ഷേ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കുറച്ചുകൂടി കേന്ദ്രീകരിച്ച പ്രവർത്തനം ഉണ്ടാകും. പാർട്ടി നേതൃത്വത്തിൻ്റെ കുറച്ചുകൂടി ശ്രദ്ധയുണ്ടാകും. ഇപ്പോൾ തൃശ്ശൂരിൽ എനിക്കായിരുന്നു തൃശ്ശൂരിൻ്റെ ചാർജ്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ കോഴിക്കോട് സ്ഥാനാർത്ഥിയാവുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്കായിരുന്നു ചുമതല. അപ്പോൾ ഞങ്ങളവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ബൂത്ത് ഘടകം മുതൽ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോ വലിയ പ്രോഗ്രാം വരുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകന്മാർക്ക് നമ്മൾ ടാർഗറ്റ് കൊടുക്കും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വന്നു, അമിത്ഷായുടെ സന്ദർശനം വന്നു, പ്രധാനമന്ത്രിയുടെ വീണ്ടും 2 സന്ദർശനം വീണ്ടും വന്നു. ഇതൊക്കെ പ്രോഗ്രാം മാത്രമല്ല, ഓരോ പ്രോഗ്രാമിനും പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് നമ്മൾ ഓരോ ബൂത്തിലും ടാർഗറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം അവിടെ ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഏറ്റവും നന്നായിട്ട് പാർട്ടി പ്രവർത്തകന്മാർ കഷ്ടപ്പെട്ടിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ ഞങ്ങൾക്കൊരു ഗുണപാഠമാണ്. അതെ, ഇപ്പം രമേശനായിരുന്നു അവിടുത്തെ ചാർജ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നിശ്ചയമായും ആ വിജയത്തിൻ്റെ അവകാശി താങ്കൾ കൂടിയാണ്. അല്ല, തൃശ്ശൂർ ജില്ലയിൽ പാർട്ടി പ്രവർത്തകന്മാർ നടത്തിയ കഷ്ടപ്പാടുണ്ടല്ലോ, അത് വലിയൊരു കഷ്ടപ്പാടാണ്. 2 തരത്തിലാണ്. ഒന്ന്, ദൈനംദിന പ്രവർത്തനം നടത്തണം, സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ഓരോ പരിപാടികളും വിജയിപ്പിക്കണം.
മോഡിജി പങ്കെടുക്കുന്ന പരിപാടികൾ വിജയിപ്പിക്കണം. ഇതൊക്കെ അവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ദിവസം പോലും വിശ്രമിക്കാൻ അവർക്ക് സമ്മതിക്കില്ല. പക്ഷേ പാർട്ടി ജില്ലാ നേതൃത്വമൊക്കെ ആ കാര്യത്തിൽ നമ്മൾ അവരൊക്കെ വലിയ തോതിൽ അഭിനന്ദിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തൃശ്ശൂരിലുണ്ടായിരുന്നു. തൃശ്ശൂർ അതാ ഞാൻ പറഞ്ഞത്, തൃശ്ശൂർ ഒരു ഗുണപാഠമാണ്. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എ ക്ലാസ് എക്സാമ്പിളാണ് തൃശ്ശൂർ. അപ്പം ബാക്കി സ്ഥലങ്ങൾ കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം അല്ല, അങ്ങനെ വന്നാൽ ഞാൻ കണക്കൂട്ടുന്നു. ഇപ്പോൾ നമുക്ക് കണ്ട 20% അടുത്താണ് ബി ജെ പിയുടെ വോട്ട്. പക്ഷേ ഈ വോട്ടർ പട്ടികയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ മുഴുവൻ ചേർക്കാൻ കഴിഞ്ഞാൽ ഈ 20+ എത്തുമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഫിഗർ ഒരു പ്രധാനമാണ്. അതെ. ബി ജെ പിക്ക് ഒരു 25% വോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിന്നബിലിറ്റി പിന്നെയും കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലും പരമാവധി വോട്ടർമാരെ ചേർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ചൊവ്വാഴ്ചത്തെ നിങ്ങളുടെ യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കുമോ? പിന്നെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചേർക്കുന്ന കഴിഞ്ഞ 28-ാം തീയതി അവസാനിച്ചു. കാര്യമായിട്ട് BJP ആ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും, കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പിലായതുകൊണ്ട് അവിടെ ഇന്ന സ്ഥല വിജയം ഇന്ന സ്ഥലത്ത് തോൽവിയുന്നില്ല, എവിടെയും വിജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനത്തിൽ പാർട്ടി വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ തൃശ്ശൂരിൽ ജയിച്ചതിൻ്റെ ഒരു ഘടകമായിട്ട് പാർട്ടിയുടെ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെയും വിലയിരുത്തൽ യോഗത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം സുരേഷ് ഗോപിയുടെ ഒരു കരിഷ്മയുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായത് 75,000 വോട്ട് സുരേഷ് ഗോപി ഭൂരിപക്ഷം പിടിക്കുമ്പോൾ അതിൽ ഒരു 60% വോട്ട് ഞങ്ങൾ പുതിയ ചേർത്ത വോട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകം. അത് വന്നതോടുകൂടി എന്താ ഗുണം എന്ന് പറഞ്ഞാൽ BJPയുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് ഒരു കോൺഫിഡൻസ് ആയി. ഓരോ ബൂത്തിലും നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് ജയിക്കുമെന്ന് നമുക്കൊരു താഴെയുള്ള പ്രവർത്തകന്മാർക്ക് കോൺഫിഡൻസ് ആയത് അങ്ങനെയാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം ഞങ്ങളെ ബാക്കി എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. കാരണം തൃശ്ശൂരിൽ സാധിക്കുകയും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും നമുക്ക് ജയിക്കാൻ കഴിയാതെ പോയതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. ഇപ്പോൾ 15,000 വോട്ടിൻ്റെ ഡിഫറൻസിലാണ് ശരിക്കും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും നമുക്ക് നഷ്ടപ്പെട്ടത്. 15,000 വോട്ട് ഒരു പാർലമെൻറ്റ് വലിയ നമ്പറല്ല. അപ്പോൾ നമുക്കത് ഓവർകം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന നമ്മൾ തൃശ്ശൂരിൽ ചെയ്ത പോലെയുള്ള ചില പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ചെയ്തിരുന്നുവെങ്കിൽ 2 സീറ്റ് കൂടി നമുക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു എന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ നമുക്കത് പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം അസംബ്ലി മണ്ഡലത്തിൽ ഈ പറഞ്ഞതുപോലെ അത് ഉണ്ടാവരുത്. 2 വർഷമുണ്ട്. 2 വർഷം കേന്ദ്രീകരിച്ച പ്രവർത്തനം ഈ പറയുന്ന 10-65 മണ്ഡലങ്ങൾ നടത്തിയിട്ട് നമുക്ക് നല്ല ഒരു 2026-ൽ BJP ഒരു നിർണായകമായ ശക്തിയായിട്ട് മാറുന്ന രീതിയിലേക്കുള്ള പെർഫോമൻസ് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിനൊരു പ്രാഥമികമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ഈ 9-ാം തീയതി മീറ്റിങ്ങിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് BJP ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം. ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കേരളത്തിലെ BJP ഇപ്പോഴും 100% വിജയമാണെന്ന് കരുതുന്ന ആളല്ല ഞാൻ. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഏറ്റവും സമകാലികമായ വിഷയം SFI കാണിക്കുന്നൊരു ഗുണ്ടായിസം. അതിൻ്റെ ഏറ്റവും ഭീകരമായൊരു മുഖമായിരുന്നു നമ്മൾ മറ്റേ വയനാട്ടിലെ പൂക്കോട് കോളേജിൽ നടന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ട് ഞാനത് പറയുന്നത്. SFI ഇന്നത്തെ SFIക്കാരാണ് നാളത്തെ CPM. അപ്പോൾ അവരുടെ SFIക്ക് ഒരു വലിയ ആധിപത്യം ഇപ്പോഴും കോളേജുകളുണ്ട്. വളരെ ഏകാധിപത്യപരമായി നിൽക്കുകയാണ്. അവരൊക്കെ നാളെ CPM കേഡർമാരായി മാറുകയാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധനമായിരുന്നു പൂക്കോട് സംഭവം. ഇപ്പോൾ ഈ ഗുരുദേവ കോളേജ് വരെയും തിരുവനന്തപുരത്ത് ഇടിമുറിയുള്ള കാര്യം. BJP എവിടെ നിൽക്കുന്നു? ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒതുങ്ങുന്നു. ഇതൊരു ജനകീയ പ്രശ്നമായി ഏറ്റെടുക്കുക. ഇത് മാത്രമല്ല, ഞാൻ ഏറ്റവും അവസാനത്തെ കാര്യം പറയാം. ഇത്തരം വിഷയങ്ങളുടെ ജനകീയ വിഷയമായി ഏറ്റെടുത്ത് ഒരു ആശയപരമായ വിജയം കൂടി ആർജിക്കുന്ന തരത്തിൽ BJP പരാജയമാണ്. അല്ല, അതിന് ചില പരിമിതികൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കറിയാം. ഞാനത് നിഷേധിക്കുന്നില്ല. കാരണം ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് നിരന്തരമായിട്ട് സമരം ചെയ്യുക, അതിൻ്റെ അവസാനം വരെ എത്തിക്കുക എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ചു കാലത്തായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് BJP, ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു 1-2 പരിപാടികൾ കഴിഞ്ഞാൽ അത് അവസാനിക്കുകയാണ്. അതിനൊരു കാരണം കേരളത്തിൽ വിഷയങ്ങൾ പഞ്ഞമില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരു വിഷയം ഏറ്റെടുത്ത് 1-2 പരിപാടി നടക്കുമ്പോൾ ഇതങ്ങനെയല്ല. ഇത് SFI എന്ന് പറഞ്ഞ ഒരു വിഷവൃക്ഷം പോലെ വളർന്നു നിൽക്കുന്ന ഈ സാധനത്തിനെ വേര് മുറിക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. ഉപയോഗിച്ചില്ല. കറക്റ്റാണ്. അപ്പോൾ വേറെ വിഷയം വരുമ്പോൾ മാറിപ്പോകുന്നതാണ്. പിന്നെ ഒരു ഘടകം ഉണ്ടായിരുന്നത്, നമ്മൾ ഈ CPM-നെതിരായിട്ടുള്ള ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാവുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറിപ്പോകുന്നത് പലപ്പോഴും കോൺഗ്രസ്സുകാരായിരുന്നു.
അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മൾ CPM-നെതിരായിട്ട് വലിയ ക്യാമ്പയിൻ നടത്തുക, സമരം നടത്തുക, പ്രക്ഷോഭം നടത്തുക, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും കൊണ്ട് കോൺഗ്രസ് പോവുക. ഈ അടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ ആരാരും എന്ന് പറഞ്ഞ സ്ഥിതിയായിരുന്നു കേരളത്തിൽ കുറച്ച് കാലം. പക്ഷേ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് അതിന് വ്യത്യസ്തമായി. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ വോട്ട് കുറഞ്ഞപ്പോൾ ആ വോട്ട് BJP-ക്കാണ് കിട്ടിയത്. അപ്പോൾ CPM-ൻ്റെ അപജയത്തിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയിട്ട് മാറുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അപജയത്തിനെതിരായിട്ടുള്ള വലിയൊരു മാസ് ക്യാമ്പയിനിങ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം CPM-ൻ്റെ എല്ലാ പാർട്ടി ഘടകങ്ങളും വലിയ അസ്വസ്ഥതരാണ്, വലിയ പ്രയാസമാണ്. രാഷ്ട്രീയമായിട്ടുള്ള അപജയം അവർക്കുണ്ടായിട്ടുണ്ട്, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അപജയം ഉണ്ടായിട്ടുണ്ട്, പാർട്ടി ലീഡർഷിപ്പിനോടുള്ള അങ്ങേയറ്റത്തെ അമർഷവും വിദ്വേഷവും ഒക്കെയുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് കേരളത്തിൽ ഉണ്ടാകണമെന്ന് സീരിയസ് ആയിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതൊരു ഈ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെയല്ല, ഒരു ലോങ് ആയിട്ടുള്ള ക്യാമ്പയിനിങ് BJP അങ്ങനെ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ശബരിമല പ്രക്ഷോഭത്തിൻ്റെ സന്ദർഭത്തിൽ ഞങ്ങളൊരു 1.5 മാസക്കാലം നീണ്ടുന്ന സത്യാഗ്രഹ സമരം തിരുവനന്തപുരത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്രയും സുദീർഘമായൊരു സത്യാഗ്രഹ സമരം ആരും സംഘടിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം 8, 9, 10 ദിവസങ്ങൾ നിരാഹാരം കിടന്നിട്ട് 1.5 മാസക്കാലം ഞങ്ങൾ അതായത് കോടതി വിധി വരുന്നത് വരെ ഞങ്ങൾ ആ സമരം മുമ്പോട്ട് കൊണ്ടുപോയി. അത് എല്ലാ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ തിരുവനന്തപുരത്ത് വരുന്നു, പ്രകടനം നടത്തുന്നു, സത്യാഗ്രഹ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു വലിയ ഇൻറ്റൻസീവ് ക്യാമ്പയിൻ BJP നടത്തിയ ചരിത്രമുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ CPM മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനും CPM-ൻ്റെ അപജയത്തിനുമെതിരായിട്ടുള്ള നിരന്തരമായൊരു ക്യാമ്പയിൻ, അതിൽ SFI-യും DYFI-യും എല്ലാം പെടും. അങ്ങനെ ഒരു ക്യാമ്പയിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നുണ്ട് ഈ വിശാല നേതൃത്വ സമ്മേളനത്തിൽ. നല്ലത്. ആ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിന് മുമ്പോട്ട് കൊണ്ടുവരാൻ ഞാൻ ചോദിക്കാൻ കാരണം അറിയാം, എനിക്ക് തോന്നിയിട്ടുള്ളത് ഉത്തരേന്ത്യൻ പൊളിറ്റിക്കൽ ഒരു അറീനയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. കാരണം ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ആണ് BJP ആയി മാറുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. അതിന് ബ്രേക്ക് ചെയ്യാതെ BJP-ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. അതിന് ഞാൻ BJP-ക്ക് ക്രെഡിറ്റും നിങ്ങളുടെ നേതൃത്വത്തിന് ഒരു ക്രെഡിറ്റും തരില്ല. കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി BJP പണിയെടുത്തത് കൊണ്ട് മാത്രമല്ല, സ്വമേധയാ ആളുകൾ ഇതാണ് ഞങ്ങളുടെ താവളം എന്ന് തിരിച്ചറിഞ്ഞു വരുന്നതാണ്. ആവാം. അതിൻ്റെ ഒരു ആക്കം കൂട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ്. ഇപ്പം BJP-ക്ക് വോട്ട് ചെയ്യുക പറയുന്നത് ആളുകൾ BJP-ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അതൊരു വോട്ടറുടെ മനസ്സാണ്. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോഴും BJP ഇൻറ്റേർണലായിട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യം, ഈ CPM എന്ന് വോട്ട് BJP-യിലേക്ക് വരണം. ഈ താങ്കൾ പറഞ്ഞതുപോലെ ഹിന്ദു വോട്ടർമാരാണല്ലോ, ആ ഹിന്ദു വോട്ടാണല്ലോ BJP-ക്ക് കിട്ടേണ്ടത് സ്വാഭാവികമായി. അപ്പോൾ ആ വോട്ട് CPM-നകത്താണ് വരേണ്ടത്. കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് അതൊരു സ്ഥിരതയില്ലാത്ത വോട്ടാണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നമുക്കത് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ CPM-ൻ്റെ ഒരു കേഡർ ഒരു പ്രാവശ്യം BJP-ക്ക് വോട്ട് ചെയ്താൽ പിന്നെ അയാൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒരു CPM-ൻ്റെ അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞത്. ഇനി അതിനെ കാറ്റർ ചെയ്ത് കൂടെ ഉറപ്പിക്കുക എന്നുള്ള പണി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഒരു നല്ല പ്ലാനുണ്ട്. ഉദാഹരണമായിട്ട് കണ്ണൂർ, ആലപ്പുഴയിലൊക്കെ CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ആ പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് കാര്യമായി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്താനും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചത് അതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണമായിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വോട്ട് കൂടിയത് കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും. ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്തല്ല വോട്ട് കൂടിയത്. തൃക്കരിപ്പൂർ, കല്യാശ്ശേരി, പയ്യന്നൂർ, ഈ 3 മണ്ഡലം എന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ CPM ആണ്. ധർമ്മടത്ത് പോലും മാറ്റം ഉണ്ടായില്ലേ? അത് കണ്ണൂർ പാർലമെൻറ്റ്, ഇത് കാസർഗോഡ് പാർലമെൻറ്റ്. കണ്ണൂർ പാർലമെൻറ്റ് വരുമ്പോൾ ധർമ്മടത്ത് വോട്ട് കൂടി, മട്ടന്നൂർ വോട്ട് കൂടി, അവിടെയൊക്കെ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് വോട്ട് കൂടിയത്. ഇപ്പോൾ ആലപ്പുഴ നമ്മൾ എടുക്കുന്ന സമയത്ത് കായംകുളത്ത് വോട്ട് കൂടി, കായംകുളം ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. ഹരിപ്പാട് വോട്ട് കൂടി. ഈവൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. CPM-ൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും ഞങ്ങൾക്ക് വോട്ട് കൂടി. ഇതൊക്കെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ ഇത് വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഈ ഷിഫ്റ്റിംഗ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, അവിടുത്തെ വേറെ എന്തെങ്കിലും പ്രാദേശിക സാഹചര്യങ്ങളുണ്ടോ, പിന്നെ അവിടെയൊക്കെ സ്ഥിരമായിട്ട് CPM-നെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനിങ്, പലതരത്തിലുള്ള ക്യാമ്പയിനാണ്. ശബ്ദമുള്ള ക്യാമ്പയിനുണ്ട്, ശബ്ദമില്ലാത്ത ക്യാമ്പയിനുണ്ട്. അപ്പോൾ അതെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അത് നടക്കും. അത് ഞങ്ങളുടെ മുള്ള അജണ്ടയാണ്. പ്രാദേശിക തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ
കേരളത്തിലൊരു 3000-4000 വാർഡുകളിലെങ്കിലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ BJPക്ക് സുഖമായിട്ട് ജയിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളത് ഇനി വരുന്ന ഒരു വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു 5000 വാർഡുകളിലെങ്കിലും ജയിക്കാൻ സാധിക്കുന്ന പാർട്ടിയായിട്ട് BJP എന്നുള്ള നിലക്ക്, NDA എന്നുള്ള നിലക്ക്, BJP എന്നുള്ള നിലക്ക് തന്നെ മാറാൻ സാധിച്ചാൽ അത് സ്വാഭാവികമായിട്ടും വലിയ മാറ്റം കേരളത്തിലുണ്ടാകും. ഞങ്ങൾ ഏതായാലും ഇപ്പോൾ ഈ മാറ്റത്തിൻ്റെ പഴി മുഴുവൻ SNDP യോഗവും വെള്ളാപ്പള്ളി നടേശനും കേട്ടുകൊണ്ടിരിക്കുക. പല ശാഖായോഗങ്ങളും പിടിച്ചെടുക്കാൻ CPM ഇപ്പോൾ ആലോചിക്കുക. എങ്ങനെ ഇതിനെ BJP SNDP യോഗത്തെ സഹായിക്കും? SNDP യോഗത്തിന് BJPയുടെ സഹായമൊന്നും ആവശ്യമില്ല സത്യത്തിൽ. കാരണം ആളുകൾ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈഴവ സമൂഹം SNDP ഈഴവ സമൂഹത്തോട് BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈഴവ സമൂഹം BJPക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ SNDP യോഗം അതിന് അനുകൂലമായ നിലപാടെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ സാഹചര്യം CPM ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അതെ, മാത്രമല്ല വെള്ളാപ്പള്ളി ഈയിടെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്സ് മുസ്ലിം സമുദായത്തിലെ ആനുകൂല്യങ്ങൾ മുഴുവൻ കവർന്നുകൊണ്ട് പോകുന്നത്. പക്ഷേ അതിനെ BJP കാര്യമായി സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. അല്ല, നമ്മൾ ഈ SNDP യോഗത്തിൻ്റെ എല്ലാ പ്രസ്താവനയും അദ്ദേഹത്തിനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കായിരുന്നു. വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പത്രം 2 തവണ മുഖപ്രസംഗം എഴുതി. വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ഞങ്ങൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ പ്രശ്നം വെച്ചാൽ SNDP യോഗം ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിന് തൊട്ട് പിറ്റേ ദിവസം BJP അത് ഏറ്റുപിടിച്ചാൽ അതൊരു പൊളിറ്റിക്കൽ ആംഗിൾ മാത്രമേ കാണുകയുള്ളൂ. ഞങ്ങളത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് കേരളം പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന എൻ്റെ മെറിറ്റ് കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ CPMലെ ഈഴവ സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. മറ്റൊരു BJPയുടെ പൊളിറ്റിക്കൽ ക്യാബിനറ്റ് മാറിപ്പോകും. അങ്ങനെ മാറേണ്ട ഞാൻ ചോദിച്ചതല്ല. അദ്ദേഹത്തിനെതിരെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ഏതാണ്ട് എല്ലാവരും നിരന്തരം ആക്ഷേപങ്ങളുമായിട്ട് വരികയും ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെള്ളാപ്പള്ളി ഒന്നുകൂടി വിജിലൻ്റ് ആവും. പക്ഷേ അതിന് ആളുകളെ പ്രകോപിപ്പിക്കുന്നതനുസരിച്ചാണല്ലോ. പക്ഷേ അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് BJP പറഞ്ഞാൽ എനിക്ക് തോന്നി. SNDP യോഗ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം BJPയുടെ മനസ്സ് SNDP യോഗത്തിൻ്റെ കൂടെയാണെന്ന്. ആണോ? സംശയം എന്താ? കാരണം കേരളത്തിൽ ഞങ്ങൾ അനുഭവിച്ചിരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, തെക്കൻ കേരളത്തിൽ ഞങ്ങളുടെ ലീഡർഷിപ്പ് ഒരു അപ്പർ ക്ലാസ് ഹിന്ദുവിൻ്റെ ലീഡർഷിപ്പായിരുന്നു. അതേസമയത്ത് വടക്കൻ കേരളത്തിൽ ഞങ്ങളുടെ താഴെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെല്ലാം ഈഴവ കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ എപ്പോഴും ഞങ്ങൾക്കൊരു ഈഴവ മുഖം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു നായർ മുഖമായിരുന്നു. നായർ എന്നല്ല, ഒരു അപ്പർ ക്ലാസ് ഹിന്ദുവിൻ്റെ മുഖമായിരുന്നു. BDJs വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു ഗുണം, ആ ഒരു മുഖം മാറിക്കിട്ടി. ഞങ്ങൾക്ക് പിന്നോക്ക സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്, മുന്നോക്ക സമുദായത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ള ഒരു പ്രതീതി ഓൾറെഡി ഇപ്പോൾ കേരളത്തിലുണ്ട്. ഞങ്ങൾക്കതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഈഴവ സമൂഹമായിട്ട് കുറച്ചുകൂടി അടുക്കാൻ, പ്രത്യേകിച്ചും SNDP യോഗമായിട്ട്. ഇപ്പം SNDP യോഗം എന്നുള്ള നിലക്ക് നമുക്ക് പറയാൻ തെക്കൻ കേരളത്തിലേ ഉള്ളൂ. വടക്കൻ കേരളത്തിൽ അത്രയും വലിയ സ്വാധീനമുള്ള ശാഖായോഗങ്ങളൊന്നുമില്ല. മാത്രമല്ല തീയ കമ്മ്യൂണിറ്റിയാണല്ലോ അവിടെ കൂടുതലുള്ളത്. അപ്പോൾ വടക്കൻ കേരളത്തിലെ SNDP യോഗ നേതൃത്വമായിട്ട് നല്ല ബന്ധമുണ്ടാക്കാൻ ഞങ്ങൾക്ക് ഈ BDJസുമായൊരു റിലേഷൻഷിപ്പ് സഹായിച്ചിട്ടുണ്ട്. കാരണം ഏതാണ്ട് BDJസിൻ്റെ എല്ലാ നേതാക്കന്മാരും അതാത് തലത്തിലെ SNDP യോഗത്തിലെ നേതാക്കന്മാർ കൂടിയാണ്. അപ്പോൾ അവരുമായിട്ട് കേവലം ഒരു സംഘടനാ ബന്ധമല്ലല്ലോ ഉള്ളത്. ഞങ്ങൾ NDAയുടെ ഘടകകക്ഷികളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ, നേതാക്കന്മാർ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ SNDPയുടെ ഏറ്റവും ശാഖായോഗത്തിലുള്ള പ്രവർത്തകന്മാർ അവരൊന്നും BDJസും അല്ല BJPയും അല്ല. അവർക്കൊരു പക്ഷേ CPM ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ബന്ധമാണ് മെല്ലെ മെല്ലെ പൊളിറ്റിക്കലായിട്ട് റിഫ്ലക്റ്റ് മാറി വരുന്നത്. അത് വടക്കൻ കേരളത്തിലുമുണ്ട്. വടക്കൻ കേരളത്തിലിപ്പോൾ CPMൻ്റെ വോട്ട് ബാങ്ക് ചോരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോരുന്ന മുഴുവൻ ഈഴവ വോട്ടാണ്. അത് സ്വാഭാവികമായും അത് വരുന്നത് BJPക്കാണ്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് എനിക്ക് ആശംസിക്കാറുള്ളത്, ചൊവ്വാഴ്ചത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായി മാറാൻ BJP കഴിയട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാകാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. പക്ഷേ ഞാനത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ്. കാരണം CPM ആണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. ഇപ്പോഴും നമ്മളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഹിന്ദു സമൂഹത്തിലെ CPMൻ്റെ ഈ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ച് സത്യസന്ധമായൊരു വിലയിരുത്തൽ ഇപ്പോഴും CPM നടത്തുന്നില്ല. കാരണം ഇപ്പോഴും പിണറായി വിജയനും ചുറ്റും ചുറ്റിക്കറങ്ങുകയാണ്. പിണറായി വിജയൻ ആരെ സ്വാധീനത്തിലാണ് നമുക്കറിയാം. ഇല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ നമ്മുടെ CAA ഒരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരും.
ഇന്ത്യയിൽ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യാത്തൊരു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്തത് ആരുടെ ഉപദേശപ്രകാരമാണ് എന്ന് ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതാണ്. സി പി എം നടത്തുന്നുണ്ട്, പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴും നടത്തില്ല. കുറഞ്ഞ വർഷം ഡോക്ടർ മുനീർ പറഞ്ഞതെങ്കിലും ഓർക്കണം. മുനീർ പറഞ്ഞത് ഏറ്റവും റിയലിസ്റ്റിക് ആയ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. CPM-നെ മുസ്ലിങ്ങൾ ബഹിഷ്കരിക്കാൻ കാരണം അമിതമായ മുസ്ലിം പ്രീണനമായിരുന്നു എന്ന്. മുസ്ലിങ്ങളും വെറുത്തു, ഹിന്ദുക്കളും വെറുത്തു. അതാണ് ഇത് സംഭവിച്ചു വെച്ചാൽ കയ്യിലുള്ളതും പോയി ഉത്തരത്തിലുള്ളത് കിട്ടിയതില്ല. അതാണ് CPM-ൽ സംഭവിച്ചത്. അത് തിരുത്താൻ ഇപ്പോഴും CPM തയ്യാറല്ല. CPM ഇപ്പോഴും CPM-ൻ്റെ നിലപാട് അത് തന്നെ. ഇപ്പോൾ ഞാൻ ഉദാഹരണമായി പറയാം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് നിരുദ്രവാദിത്വം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്പീക്കറുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, വെള്ളിയാഴ്ച ദിവസങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം നിങ്ങൾ ഒഴിവാക്കണം. എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ? കേരള നിയമസഭ ഉണ്ടായിട്ട് എത്ര വർഷമായി? അന്ന് മുതലേ വെള്ളിയാഴ്ചയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തിരക്ക് കൊണ്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ദിവസം തിരക്ക് കൂടിപ്പോയി നിങ്ങൾ അന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാ വെള്ളിയാഴ്ചയും അടിയന്തര പ്രമേയം ഒഴിവാക്കണമെന്ന് സ്പീക്കർ പറയുമ്പോൾ അതിൻ്റെ പുറകുള്ള ഇൻറ്റൻഷൻ തിരിച്ചറിയാൻ കൃത്യമാണ് ആൾക്കാർക്കറിയാം. അത് CPM തിരിച്ചറിഞ്ഞ് തുടങ്ങി, CPM-ൻ്റെ സാധാരണക്കാരായ അണികൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളിടത്താണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ നല്ല രീതിയിൽ പരിശ്രമം ഉണ്ടാകും. അതിനെല്ലാ ആശംസകളും. താങ്ക് യു.